ഹായ്. അപ്പം ഇന്ന് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ പാറക്കുട്ടിനെ ഒരുക്കിയിട്ടുണ്ട്. പാറക്കുട്ടിനെ ഒരുക്കിയതാ ആദ്യം പാറും കൂടി ഭയങ്കര കളിയിലാണ്. ഇന്ന് നേരത്തെ അവളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ആദിക്കുട്ടൻ്റെ കൂടെ പാറുവിന് കളിക്കണം, കളിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നേരത്തെ എണീറ്റ് അവൾ എല്ലാം മാറ്റി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മുറ്റത്ത് രണ്ടുപേരും ഭയങ്കരമായിട്ട് കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വരുമ്പോഴും അവർ ഭയങ്കരമായിട്ട് കളിയിലായിരുന്നു. ആദിക്കുട്ടിന് പാവ ഇഷ്ടമല്ല, പാറുക്കുട്ടിക്ക് പാവമായാൽ മതി. അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള കളിയിലാണേ. പാറക്കുട്ടി കളീൻ്റെ ഇടയിൽ ഇതാ തെറ്റണുണ്ട് കേട്ടോ, ഇടയ്ക്ക് തെറ്റി പോകണമുണ്ട്. അങ്ങനെ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തെറ്റും ചെയ്യും. അങ്ങനെ കളീൻ്റെ ഇടയിൽ തെറ്റി പോവുകയാണ്. അങ്ങനെ പാറക്കുട്ടിനെ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ഇന്ന് വെള്ളപ്പവും മുട്ടക്കറിയായിരുന്നു. ഇത് ഇന്നലെ രാത്രിത്തെ പുകിലാട്ടോ. ഭയങ്കരമായിട്ട് ഡാൻസും കളിയായിരുന്നു രാത്രി. ലാപ്ടോപ്പിൽ ഞാൻ പാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് രണ്ടുപേരും നന്നായിട്ട് കളിക്കാറുണ്ട്. പാട്ടിട്ടാൽ മതി രണ്ടുപേരും കളിക്കാൻ. ആദ്യക്കുട്ടി അതുപോലെ തന്നെ ഏത് പാട്ട് കേട്ടാലും അവൻ തല കുലുക്കി ഭയങ്കര ഡാൻസ് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ ചേച്ചി കളിക്കുന്നത് കണ്ടിട്ടും ആദ്യക്കുട്ടൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഡാൻസ് പഠിപ്പിക്കാനും കളിപ്പിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം ഞാനും ഇവരെ കൂടെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടോ. പാറുക്കുട്ടി ഒരു ഉറക്കം ഉറങ്ങി എണീറ്റതാണ്. ഇനി എപ്പോഴാണ് ഉറക്കം എന്നറിയില്ല. സാധാരണ അവർ രണ്ടുപേരും 12 മണി 12:30 ആവാറുണ്ട്. അങ്ങനെ കുറച്ച് സമയമായപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങാറുണ്ട് കുറച്ച് ദിവസത്തേക്ക്. പിന്നെ ആദ്യം പാറും കൂടി ഭയങ്കരമായിട്ട് കളിയിലാണ്. അങ്ങനെ ഇതാ മിച്ചർ തിന്നുന്നുണ്ടായിരുന്നു. മിച്ചർ തിന്ന് രണ്ടുപേരും ഇതാ ആ പാറക്കുട്ടിക്ക് ഞാൻ ലാപ്ടോപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. പഠിത്തമൊക്കെ കഴിഞ്ഞ് ലാപ്ടോപ്പൊക്കെ ഇട്ടെടുത്ത് രണ്ടുപേരും ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ മിച്ചർ തിന്നുന്നുണ്ടായിരുന്നു, അവർ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ഡാൻസ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് 10 മണിക്ക് വെള്ളച്ചോറും കോളിഫ്ലവർ പൊരിച്ചതും ചീനമുളകും ഉപ്പിലിട്ട അമ്പഴങ്ങിയായിട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് കഴിക്കാൻ പുതിയപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചതാണ്. ഇന്ന് ഉച്ചയ്ക്കേക്ക് ഞങ്ങൾക്ക് മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളി അതുപോലെ മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ മീനിതാ തക്കാളി ഉള്ളി മല്ലിച്ചപ്പ് എല്ലാം വാട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്കുള്ള എല്ലാ മസാലകളും ഗരം മസാല, മീൻ മസാല, ബിരിയാണി മസാല, ഉപ്പ്, മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ടതിന് ശേഷം മല്ലിച്ചപ്പ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം മല്ലിച്ചപ്പ് നന്നായിട്ട് മേലെ ഇട്ടതിന് ശേഷം മീൻ നന്നായിട്ട് മേലെ ഇട്ട് വെക്കുക. അങ്ങനെ ചോറൊക്കെ വെന്തതിന് ശേഷം ഞങ്ങൾ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തൈരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദമ്മാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി. അപ്പോൾ അതും ദമ്മായിക്കോട്ടെ വിചാരിച്ച് ഞാൻ ആദ്യം കൂടി കൊലായിലിരുന്ന ആദ്യൻ്റെ ഓരോ എക്സ്പ്രഷൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ ഓരോ എക്സ്പ്രഷൻ കാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ആദ്യക്കുട്ടന് വിശന്നപ്പോൾ ആദ്യക്കുട്ടന് ചോറ് എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി മീൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ മീൻ ബിരിയാണി. അതുപോലെ ആദ്യക്കുട്ടന് തൈര് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് അവൻ തൈര് എടുത്ത് തിന്നുന്നുണ്ട്. അവന് വയറ്റിലാക്കാൻ കുറച്ച് പണിയാണ്. അങ്ങനെ അവൻ ഫുഡൊക്കെ കഴിക്കും, പക്ഷേ അത് വായിൽ വെച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സാവകാശം അവന് കഴിക്കാറുള്ളൂ. അങ്ങനെ തൈര് ഞാൻ കൊടുത്തിട്ടൊന്നും അവൻ വാങ്ങിയില്ല കേട്ടോ. അവൻ ഒറ്റയ്ക്ക് കയ്യിലെടുത്ത് ഒറ്റയ്ക്ക് തിന്നാനാട്ടോ അവനിഷ്ടം. അങ്ങനെ അവൻ നന്നായിട്ട് ആസ്വദിച്ച് തൈരൊക്കെ തിന്നാറുണ്ട്. അങ്ങനെ തൈര് ഉപ്പ് ഇടാതെ ഒറ്റയ്ക്കും തിന്നാറുണ്ട്. പിന്നെ അങ്ങനെ ഉച്ചയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് മയങ്ങാൻ വിചാരിച്ച് പോയതായിരുന്നു. അങ്ങനെ ആദ്യം കൂടെ ഭയങ്കര ചിരി. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാറിൻ്റെ സ്കൂളത്തെ കളികളാട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാറുക്കുട്ടി വന്നതാ ബെൽറ്റൊക്കെ ഊരിടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവളെ മേലൊക്കെ കഴുകി കൊടുത്ത് മുടി ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടോ. മുടി കെട്ടാൻ ഭയങ്കര മടിയാട്ടോ. മുടി കെട്ടിയാലോ കുറച്ച് നേരത്തെ ഉണ്ടാവുള്ളൂ, പിന്നെ അത് അയച്ചിട്ട് അവൾ മുടി കെട്ടി നല്ല സുന്ദരിയായിട്ടുണ്ടാവും. അങ്ങനെ ആദ്യക്കുട്ടനെയും അതുപോലെ തന്നെ പാറൂസിനെയും നന്നായിട്ട് മേലൊക്കെ കഴുകി സുന്ദര കുട്ടപ്പറാക്കിയിട്ടുണ്ട്. അങ്ങനെ പാറുവിന് വൈകുന്നേരമായ ഒരു മേക്കപ്പിൻ്റെ ഒരു പണിയാട്ടോ. അങ്ങനെ ആദ്യക്കുട്ടന് ഭയങ്കര കരച്ചിൽ പാറുക്കുട്ടീൻ്റെ മേക്കപ്പ് സെറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ അവൻ ഒരു മേക്കപ്പ് സെറ്റ് തന്നെ എല്ലായിടത്തും കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടാമത്തെ മേക്കപ്പ് സെറ്റാണേ. അങ്ങനെ ചേച്ചി പെണ്ണ് കൊടുക്കാറില്ല, അവൻ ഒന്ന് കേട് വരുത്തിയിട്ട് മറ്റേത് പിന്നെ കൊടുക്കാറേ ഇല്ലത്. അവൾ മേക്കപ്പ് ഇട്ട് ഒരുങ്ങുക കേട്ടോ. അവൾക്ക് ഇങ്ങനെ മേക്കപ്പ് ഇടാനും അതും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മുടി കിട്ടുന്ന കാര്യത്തിൽ അവൾക്ക് തീരെ ഇഷ്ടമല്ല. ആദ്യം കണ്ടുകൊണ്ടിരിക്കട്ടെ ചേച്ചി ഒരുങ്ങണത്. അപ്പോൾ അത് ചേച്ചി കാട്ടുന്ന അതേപോലെ തന്നെ പാറും ആദ്യക്കുട്ടനും കാട്ടാറുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ. ഞങ്ങൾ ഞങ്ങൾ മേലെ പുറത്ത് മഴ കണ്ടുകൊണ്ടിരിക്കട്ടെ. ആദ്യക്കുട്ടനും പാറുക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അവർ ഭയങ്കര തുള്ളിച്ചാടി കണ്ടുകൊണ്ടിരിക്കുക. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ല മഴയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ നല്ലതായിട്ട് മഴക്കാറുണ്ടായിരുന്നു.
മഴയൊക്കെ ചോർന്നതാ ഒന്ന് ലെവലായപ്പോഴതാ പിന്നെ നന്നായിട്ട് മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അതാ കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ടേ. കാറ്റ് വീശി കഴിഞ്ഞാൽ നന്നായിട്ട് മഴയും പെയ്തിട്ടോ. അങ്ങനത്തെ ആദിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മഴ. പാറുവിന് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ സന്ധ്യ ആയപ്പോൾ ഇതാ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണയിലൊക്കെ കൈയൊക്കെ മുക്കിയതാ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാട്ടിയതിൻ്റെ ശേഷം കേട്ടോ അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പാറു നാമൊക്കെ ചൊല്ലിതാ പാറുവിൻ്റെ കണ്ട് ആദിക്കുട്ടനും നാമൊക്കെ ചൊല്ലാൻ കൈയൊക്കെ കൂപ്പിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം രാത്രി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പാറുക്കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇത് അങ്കലവാടിയിൽ പഠിച്ചത് കാരണം അവൾക്ക് ചെറുതായിട്ട് മറന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മളെ ഓർമ്മ വെച്ച് അവളെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അവൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിളീനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.